വർഷം 2000. കർക്കിടകത്തിലെ കാർമേഘമൊഴിഞ്ഞു. ചിങ്ങമാസ പുലരിയായി. അന്ന് കേരളത്തിലെ വീട്ടകങ്ങളിൽ ഒരു പാട്ട് മുഴങ്ങി കേട്ടു. അതൊരു പുതിയ ചാനലിന്റെ തുടക്കമായിരുന്നു. മലയാളികൾക്കായി, മലയാളിയുടേത് മാത്രമായ, മലയാളികൾക്ക് പൂർണ്ണമായും അവകാശപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ കൈരളി. മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ടെലിവിഷൻ ചാനൽ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. ഒരു ജനതയുടെ ആത്മാവിഷ്കാരം അവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. കോർപ്പറേറ്റുകൾ മാധ്യമലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ ചാനലായി ജനങ്ങളിൽ നിന്നും ഓഹരി സ്വീകരിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി ഒരു ചാനൽ പറഞ്ഞു. അതായിരുന്നു കൈരളി. പട്ടുറുമാലും ഗന്ധർവ സംഗീതവും അശ്വമേധവും തുടങ്ങി നിരവധി പരിപാടികളിലൂടെ മലയാളികളുടെ കാഴ്ചാശീലത്തെ കൈരളി മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. അതിഭാവുകത്വമില്ലാത്ത സീരിയലുകളും നാട്ടുചർച്ചകളും നാടോടിപ്പാട്ടും കഥയും കഥാപ്രസംഗങ്ങളും മാപ്പിളപ്പാട്ടും മിനി സ്ക്രീനിലെത്തി. 2005 ജനങ്ങളുടെ കണ്ണും കാതും മനസ്സുമായി മലയാളത്തിന്റെ വാർത്താ ഘടികാരം ചലിച്ചു തുടങ്ങി. നേരിന്റെ പക്ഷത്ത് നിന്ന് മാധ്യമധർമ്മം പാലിച്ചപ്പോൾ കൈരളി ജനങ്ങളുടെ ശബ്ദമായി. മലയാളിയുടെ വാർത്താലോകത്തെ ആദ്യ ടെലിഫോൺ സ്റ്റിംഗ് ഓപ്പറേഷനും വീഡിയോ സ്റ്റിംഗ് ഓപ്പറേഷനും കൈരളിയിലൂടെയായിരുന്നു. ടെലിഫോൺ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ KK രാമചന്ദ്രൻ മാസ്റ്റർക്ക് രാജിവെക്കേണ്ടി വന്നു. വീഡിയോ സ്റ്റിംഗിലൂടെ ജലവിഭവ വകുപ്പ് എഞ്ചിനീയർ സർവീസിൽ നിന്നും പുറത്തായി. അധികാരത്തിന്റെ ഗർവിനാൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ വേട്ടയാടപ്പെട്ടപ്പോഴും ജനങ്ങൾ ആദ്യം അറിഞ്ഞത് കൈരളിയിലൂടെയായിരുന്നു. പലപ്പോഴും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വിസമ്മതിച്ച സ്ഥലങ്ങളിൽ ജനങ്ങൾക്കായി കൈരളി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ പലരെയും അലോസരപ്പെടുത്തി. മനുഷ്യപക്ഷത്ത് നിന്നും കൈരളി വാർത്തകൾ കണ്ടെത്തിയപ്പോൾ മറ്റുള്ളവർ കണ്ടില്ലെന്നടിച്ച വാർത്തകൾ കൈരളിയിലൂടെ ജനങ്ങൾ അറിഞ്ഞു. കൈരളിയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങളെ പലരും ഭയന്നു. മറുപടി പറയാൻ പോലും മടിച്ചു. I won't talk to anybody from Kerala. If any camera is there, I will walk away. ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി കൈരളി ചോദിക്കല്ലേ? അല്ലേ മിണ്ടാതെ നിൽക്ക്. ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാ, ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട. ചിലര് പേരെടുത്ത് പറഞ്ഞ് കൈരളിയെ വിലക്കിയിട്ടുണ്ടാകാം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൈരളിയിൽ നിന്നാണോ, മറുപടിയില്ല എന്ന് ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. ക്ഷണിച്ചു വരുത്തിയിട്ട് അകത്ത് വേണ്ട, നിങ്ങൾ പുറത്തു പോയിക്കോ എന്ന് ചില ഘട്ടത്തിൽ നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇതുകൊണ്ടൊന്നും കൈരളി തളർന്നില്ല എന്നത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയും. കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ചതിൽ കൈരളിയുടെ വാർത്തകൾക്ക് നിസ്സീമമായ പങ്കുണ്ട്. കൈരളിക്കും കൈരളി ന്യൂസിനും പിന്നാലെ കൈരളി വിയും കൈരളി അറേബ്യയും ഉദയം കൊണ്ടു. കാലാനുസൃതമായി ഡിജിറ്റൽ ലോകത്തേക്കും കൈരളി ചുവടുറപ്പിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ നേരിന്റെ ശബ്ദമായി കൈരളി ന്യൂസ് ഓൺലൈനും നിലകൊണ്ടു. മലയാളിയുടെ ദൃശ്യചാരിതയ്ക്ക് മിഴിവേകിയ മലയാളിയുടെ ആത്മാവിഷ്കാരമായ കൈരളി യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് 26 വർഷങ്ങളാകുന്നു. ആ യാത്ര തുടരുകയാണ്.